സർ, ഇനി കേരളത്തിൽ 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ പണിയുന്ന പുതിയ വീടുകൾക്ക് സോളാർ നിർബന്ധമാണെന്ന് നിയമം വരുന്നുണ്ടല്ലോ. ഇത് നല്ലൊരു നീക്കമാണോ? ഇത് ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടും? ഈ നിയമം കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുകൾക്ക് മാത്രമല്ല, 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ബിൽഡിങ്ങുകൾക്കും നമുക്ക് സോളാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് നമ്മളുടെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ എഞ്ചിനീയേഴ്സ് അതിൻ്റെ കൂടെ അതിൻ്റെ ഡ്രോയിങ്ങുകൾ വെച്ചാണ് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നത്. പിന്നെ വേറെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ള ഒരു കസ്റ്റമറെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബിൽഡിംഗ് ഉള്ള കസ്റ്റമറെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഭീമമായൊരു കറണ്ട് ബില്ലായിരിക്കും അവർ നേരിടേണ്ടി വരുന്നത്. കാരണം ആ വീട്ടിൽ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൽ മിനിമം ഒരു 3 AC എങ്കിലും ഉണ്ടാവും. കൂടാതെ അവിടെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവാം, ഓവൻ ഉണ്ടാവാം, പിന്നെ ഇലക്ട്രിക് കാർ ഉണ്ടാവാം, ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിൽ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസം വരുന്ന കറണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ ഭീമമായൊരു തുകയാവാം. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KSE ബില്ലിനെ കുറിച്ച് നമുക്ക് തന്നെ അറിയാമല്ലോ. യൂണിറ്റ് ഉപയോഗം കൂടുന്നതനുസരിച്ച് കറണ്ട് ബില്ലിൻ്റെ വർധനവും വളരെ ഭീമമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സോളാർ വയ്ക്കുന്നത് എന്തുകൊണ്ടും അവർ